നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ഇതിഹാസ പുരാണങ്ങളിൽ കൂടിയാണ് ഭാരതീയ സംസ്കൃതിയുടെ സജീവത്തായുള്ള ചിത്രം നമുക്ക് ലഭിക്കുക. ആയിരത്താണ്ടുകൾ കടന്നപ്പോൾ, വൈദേശിക അതിക്രമങ്ങൾ ഉണ്ടായപ്പോൾ, വൈദേശിക ഭരണങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ പല അംശങ്ങളിലും പല പ്രകാരത്തിലുള്ള കുറവുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. എങ്കിലും നമ്മുടെ സംസ്കൃതിയുടെ അന്തസ്സത്ത നഷ്ടപ്പെടാതെ നാം ഇന്നും അതിൻ്റെ ഹൃദയത്തെ നിലനിർത്തിപ്പോരുന്നു. അതിൽ ഈ വൈദേശിക അതിക്രമങ്ങൾ കൊണ്ട്, നമ്മുടെ അശ്രദ്ധ കൊണ്ടും കടന്നുകൂടിയിട്ടുള്ള ചില മാലിന്യങ്ങളുണ്ട്. ആ മാലിന്യങ്ങൾ ദൂരീകരിക്കാൻ, കണ്ടെത്തി ദൂരീകരിക്കാൻ ഈ മഹാഗ്രന്ഥങ്ങളുടെ പഠനം നമുക്ക് പ്രയോജനപ്പെടും. അങ്ങനെ പിതാവ് വേണം കന്യകയെ ദാനം ചെയ്യാൻ. കന്യക തന്നിഷ്ടമനുസരിച്ച് അച്ഛനമ്മമാരുടെ അനുവാദമില്ലാതെ, അച്ഛനമ്മമാർ ദാനം ചെയ്യാതെ തന്നിഷ്ടമനുസരിച്ച് അങ്ങനെ ആരോടുമൊപ്പം ഇറങ്ങിപ്പോവുകയുമില്ല. അത് ഭാരതത്തിൻ്റെ രീതി. രാജാവ് ശന്തനു അവിടെ ചെന്നു. തൻ്റെ ആ ചെറിയ കുടിലിൽ നിന്ന് ആ ദാസന്മാരുടെ നേതാവ് അവിടെ നിന്ന് ഇറങ്ങി വന്നു. അദ്ദേഹത്തോട് തനിക്ക് അദ്ദേഹത്തിൻ്റെ മകളെ, ഈ സത്യവതിയെ വിവാഹം കഴിച്ചു തരണം എന്ന് ശന്തനു അഭ്യർത്ഥിച്ചു. അപ്പോഴേക്കും അദ്ദേഹം മറുപടി പറഞ്ഞു, തൊഴുകയോടുകൂടി മറുപടി പറഞ്ഞു, യതീമാം ധർമ്മപത്നീം ത്വം മത്ത പ്രാർത്ഥയസേ അനഘ. അനഘ എന്നാണ് സംബോധന ചെയ്ത്, പാപമില്ലാത്തവനെ. മഹാരാജാവായ ശന്തനുവിനെ കുറിച്ച് അദ്ദേഹം ധാരാളം കേട്ടിട്ടുണ്ട്. ധാർമ്മികനാണ് അദ്ദേഹം എന്ന് നന്നായി അറിയാം. അതുകൊണ്ടാണ് അനഘ എന്ന് വിളിച്ചത്, പാപമില്ലാത്തവനെ. അങ്ങ് എൻ്റെ ഈ മകളെ അങ്ങയുടെ ധർമ്മപത്നിയായി സ്വീകരിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അങ്ങ് എനിക്ക് ഒരു വാക്ക് തരണം. എങ്കിൽ മാത്രമേ ഞാൻ കന്യാദാനം ചെയ്യുള്ളൂ. അങ്ങ് വാക്ക് തന്നാൽ മതി. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ വാക്കിൽ എനിക്ക് വിശ്വാസമുണ്ട്. സത്യവാഗസി, അങ്ങ് സത്യവാക്കാണ് എന്ന് എനിക്കറിയാം. സത്യം പറയുന്നവനാണെന്ന് എനിക്കറിയാം. സത്യത്തെ ജീവിതകാലം മുഴുവൻ പരിപാലിക്കുന്നവനാണങ്ങ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങ് വാക്ക് തന്നാൽ മതി. വാക്ക് അങ്ങ് തരണം. ഞാൻ ചോദിക്കുന്ന വാക്ക് അങ്ങ് തരണം. സത്യേന സമയം ഗുരുമേ തതഃ, അങ്ങ് എന്നോട് വാക്ക് പറയണം, എൻ്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യണം. എന്താണ് ഞാൻ ആവശ്യപ്പെടുന്നതെന്നറിയോ? അങ്ങ് എൻ്റെ മകൾക്ക് ജനിക്കാൻ പോകുന്ന സന്താനത്തിന് രാജ്യത്തിൻ്റെ അവകാശം കൊടുക്കണം. ഇതാണ് എനിക്ക് അങ്ങയോട് പ്രാർത്ഥിക്കാനുള്ളത്. സമയേന പ്രദദ്യാം തേ കന്യാം അഹമിവാം നൃപ. ഈ വാക്കിനനുസരിച്ച് മാത്രമേ, ഇത് അങ്ങ് സത്യം ചെയ്താൽ മാത്രമേ ഞാൻ കന്യകയെ അങ്ങയ്ക്ക് തരികയുള്ളൂ. യഥാർത്ഥത്തിൽ അങ്ങയെപ്പോലെ ഒരു വരനെ കിട്ടുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ മഹാഭാഗ്യമാണ്. ഇത്തരം ഭാഗ്യങ്ങൾ ആർക്കും കൈവരാറില്ല. അങ്ങനൊരു ഭാഗ്യമാണ് ഇതാ എൻ്റെ മുന്നിൽ ഇതാ നേരിട്ട് വന്നു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അങ്ങയോട് നിഷേധം പറയുകയില്ല. പക്ഷേ എൻ്റെ ആഗ്രഹമെന്തോ അതങ്ങ് പറയണം. അപ്പോൾ രാജാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ദശരാജാവിനോട് പറഞ്ഞു, അങ്ങയുടെ ആവശ്യമെന്തോ അത് എന്നെ പറഞ്ഞു കേൾപ്പിക്കുക. അത് ദാതവ്യം ചേത് പ്രദാസ്യാമി, തരാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ തരും ആ വാക്ക്. നചേത്, അല്ലെങ്കിൽ അതേയമാണതെങ്കിൽ പിന്നെ അത് ഞാൻ തരികയുമില്ല. അതുകൊണ്ട് എന്താണ് അങ്ങയ്ക്ക് വേണ്ടത് ചോദിച്ചുകൊള്ളുക. അസ്യാം ജായേതയ പുത്ര സ രാജാ പൃഥിവീപതേ ത്വദൂർദ്ധം അഭിഷേക്തവ്യോ നാന്യ കശ്ചന പാർത്ഥിവ.
അല്ലയോ മഹാരാജാവേ, ഇവളിൽ ഏതൊരു പുത്രനാണോ അങ്ങയ്ക്ക് ജനിക്കുന്നത്, ആ പുത്രൻ അങ്ങയ്ക്ക് ശേഷം ഹസ്തിനാപുരത്തിൽ രാജാവാകണം, ആ സിംഹാസനത്തിലിരിക്കണം. ഈ വാക്ക് അങ്ങ് തന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മകളെ സത്യവതിയെ അങ്ങയ്ക്ക് പത്നിയായിട്ട് കന്യാദാനം ചെയ്യും. അതല്ലെങ്കിൽ ഞാൻ അവളെ അങ്ങയ്ക്ക് സമർപ്പിക്കുകയില്ല. ഇത് കേട്ടപ്പോഴേക്കും ശന്തനു ആകെ ദുഃഖിതനായിപ്പോയി. എന്തുകൊണ്ടെന്നാൽ അങ്ങനൊരു വരം കൊടുക്കാൻ ശന്തനുവിന് സാധ്യമല്ല. നക്കാമേത തന്താതും വരം ദാശായ ശന്തനു. അങ്ങനൊരു വരം കൊടുക്കാൻ ശന്തനു ഒരിക്കലും ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം എന്തു ചെയ്തു? മനസ്സിൽ സത്യവതിയെ ഭാര്യയായി കിട്ടാൻ വേണ്ടിയിട്ട് ഉത്കടമായ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ഒന്നും മിണ്ടാതെ, വാക്ക് കൊടുക്കാതെ അവിടെ നിന്നിട്ട് അദ്ദേഹം മടങ്ങിപ്പോയി, തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. മഹാരാജാവിൻ്റെ മുഖം മ്ലാനമായിരുന്നു. കൊട്ടാരത്തിലെത്തിയതിനു ശേഷവും ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹത്തിന് ഒരു കാര്യത്തിലും ഉത്സാഹമില്ല. പുത്രനായ ഗംഗാദത്തൻ അത് ശ്രദ്ധിച്ചു. അച്ഛനെ എന്തോ ഒരു വിഷമം ബാധിച്ചിരിക്കുന്നു എന്ന് ഗംഗാദത്തന് മനസ്സിലായി. അതുകൊണ്ട് അതറിയാൻ വേണ്ടിയിട്ട് അച്ഛനോട് തന്നെ ചോദിക്കാമെന്ന് അദ്ദേഹം കരുതി. തഥ കഥാചിത് ശോചന്തം ശന്തനും ധ്യാനമാസ്ഥിതം പുത്രോ ദേവവ്രതോഭ്യത്യ പിതരം വാക്യമബ്രവീത്. തൻ്റെ പിതാവ് ഇങ്ങനെ വേദനിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഒരവസരത്തിൽ മറ്റാരും കാണാതെ, മറ്റാരും കേൾക്കാതെയും വേണമല്ലോ ചോദിക്കാൻ. അതുകൊണ്ട് ഏകാന്തമായ ഒരു സമയത്ത് പുത്രനായ ഗംഗാദത്തൻ അദ്ദേഹത്തിൻ്റെ സമീപത്ത് ചെന്നു. ദേവവ്രതൻ അദ്ദേഹത്തിൻ്റെ സമീപത്ത് ചെന്നിട്ട് അച്ഛനോടിങ്ങനെ പറഞ്ഞു: സർവതോ ഭവതക്ഷേമം വിധേയ സർവപാർത്ഥിവാഹ. അല്ലയോ മഹാരാജാവേ, അങ്ങയ്ക്ക് ദുഃഖമുണ്ടാകേണ്ട ഒരു കാര്യവും ഇല്ലല്ലോ. എല്ലാ പ്രകാരത്തിലും സർവതോ ഭവതക്ഷേമം, എല്ലാ വഴിയിൽ നിന്നും അങ്ങയ്ക്ക് സുഖ ഐശ്വര്യങ്ങളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ നാടിൻ്റെ ഭരണയന്ത്രം വളരെ മഹനീയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എമ്പാട് നിന്നും പേരും പ്രശസ്തിയുമാണ് അങ്ങയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, ഐശ്വര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർക്ക് മുഴുവൻ ഐശ്വര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ ഒരു പ്രകാരത്തിലും അങ്ങയ്ക്ക് വേദനിക്കേണ്ട കാര്യമില്ല. എന്ന് മാത്രമല്ല, വിധേയ സർവപാർത്ഥിവാഹ, എല്ലാ രാജാക്കന്മാരും നമ്മുടെ നേതൃത്വത്തെ, അങ്ങയുടെ ചക്രവർത്തിത്വത്തെ അംഗീകരിച്ചിരിക്കുന്നു. ആരും അങ്ങയ്ക്ക് എതിരെ സംസാരിക്കാനില്ല. സകല രാജാക്കന്മാരും അങ്ങയെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, അങ്ങയുടെ ആജ്ഞകളെ അനുസരിക്കുന്നു. അങ്ങനെ ഇരിക്കവേ തത് കിമർത്ഥമിഹാഭീക്ഷണം പരിശോചസി ദുഃഖിത. അല്ലയോ മഹാരാജാവേ, അല്ലയോ പിതാവേ, അങ്ങ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരമായിട്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പ്രകാരത്തിലുള്ളൊരു അവസ്ഥ ഞാൻ നേരത്തെ കണ്ടിട്ടില്ലല്ലോ. അങ്ങയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പോഴതിനു വേണ്ടിയിട്ടൊരു കാരണവും ഞാൻ കാണുന്നുമില്ല. എന്താണ് കാരണം എന്ന് അങ്ങ് എന്നോട് പറഞ്ഞാലും. വ്യാധിം ഇച്ഛാമി തേ ജ്ഞാതും, അങ്ങയെ ബാധിച്ചിരിക്കുന്നതായ വ്യാധി, രോഗം, കഷ്ടപ്പാട്, ഈ ദുഃഖത്തിൻ്റെ കാരണം അതറിയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? പ്രതികുര്യാം ഹി തത്ര വൈ, അതിന്, ആ രോഗത്തിന് ശമനം ഉണ്ടാക്കണമല്ലോ, അതിന് പ്രതിവിധി ചെയ്യണമല്ലോ. പ്രതിവിധി ചെയ്യണമെങ്കിൽ കാരണം അറിഞ്ഞല്ലേ പറ്റൂ. അതുകൊണ്ട് എന്താണ് അങ്ങയുടെ ദുഃഖത്തിന് കാരണമെന്ന് പറഞ്ഞു കേൾപ്പിച്ചാലും ഇങ്ങനെ പുത്രൻ തൻ്റെ സമീപത്ത് വന്നു നിന്നിട്ട് വളരെ സ്നേഹത്തോടും ആദരവോടും കൂടിയിട്ട് വളരെ വ്യക്തമായി ചോദിക്കുന്ന അവസരത്തിൽ ശന്തനു പ്രത്യഭാഷത. ശന്തനു തൻ്റെ ദുഃഖത്തിൻ്റെ കാരണം തൻ്റെ മകനോട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. പക്ഷേ ആരെ കണ്ടിട്ടാണ് താൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞില്ല. ആരാണ് തൻ്റെ മനസ്സിനെ വശീകരിച്ചത് എന്നും പറഞ്ഞില്ല. ആലോചിച്ച് ദേവവ്രതൻ മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളട്ടെ
എന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹം പ്രത്യക്ഷമായി പറയാതെ പരോക്ഷമായിട്ട് കാര്യങ്ങൾ ദേവവ്രതൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ജീവിതത്തെ യജ്ഞമാക്കി മാറ്റിയിരിക്കുന്ന ദേവവ്രതൻ യഥാർത്ഥ കാരണം വ്യക്തമായി ആ വാക്കുകളിൽ നിന്നിട്ട് പരിശോധിച്ചറിഞ്ഞ് മഹാരാജാവിനോടൊപ്പം കാനനത്തിൽ വേട്ടയ്ക്ക് പോയ മന്ത്രിമാരെയും അതേപോലെ മറ്റു ഉദ്യോഗസ്ഥന്മാരെയും സൈനികരെയും ഒക്കെ, വിശേഷിച്ചും തേരാളിയെയും രഥമോടിക്കുന്നയാളിനെയും ഒക്കെ ഏകാന്തതയിൽ വിളിച്ചു വരുത്തി പല പ്രകാരത്തിൽ അവരോട് ചോദിച്ച് കാര്യം അദ്ദേഹം മനസ്സിലാക്കിയെടുത്തു. നോക്കിക്കോണം, ജീവിതം അദ്ദേഹത്തിന് യജ്ഞമാണ്. തൻ്റെ സുഖത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, തൻ്റെ വിജയത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, തൻ്റെ സ്ഥാനമാനങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. ഈ ലോകത്തിലുള്ള എല്ലാവരും സുഖികളായിരിക്കണം. ഇപ്പോൾ നാട്ടിലുള്ള എല്ലാവരും സുഖികളാണ്. അവർ ആ ക്ഷേമൈശ്വര്യങ്ങളിൽ വളരെയേറെ ആനന്ദിക്കുന്നു. അത് താൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതുവരെ തൻ്റെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോഴിതാ എവിടെ നിന്നോ ഒരു ദുഃഖം അച്ഛനെ പിടികൂടിയിരിക്കുന്നു. അത് ദൂരീകരിക്കേണ്ടത് ജീവിതത്തെ യജ്ഞമയമാക്കി മാറ്റിയിരിക്കുന്ന തൻ്റെ കർത്തവ്യമാണ് എന്ന് ദേവവ്രതൻ അറിയാം. അതുകൊണ്ടാണ് അച്ഛനോട് ഇങ്ങനെ ചോദിച്ചതും ദുഃഖകാരണം അന്വേഷിച്ചതും. അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് പിന്നെ മറ്റുള്ളവരെ യഥായോഗ്യം മറ്റുള്ളവരോട് ചോദ്യം ചെയ്തും കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് അതിന് പ്രതിവിധി വ്യക്തമായി നിശ്ചയിച്ച് അദ്ദേഹം അവിടെ നിന്ന് ആ ദശരാജാവിൻ്റെ കുടിലിലേക്ക് പോകുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. ജീവിതം എങ്ങനെയാണ് ഈ ഗംഗാദത്തൻ യജ്ഞമയമാക്കി തീർത്തിരിക്കുന്നത് എന്ന് ആ ജീവിതത്തിലെ കുറേ നാളുകളിലൂടെ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകും. പല പ്രകാരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു വരിക. ആ പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നതിൻ്റെ ഒരു നല്ല ദൃഷ്ടാന്തം നമുക്ക് ഇവിടെ ലഭിക്കും. ദേവവ്രതൻ ഏത് പ്രകാരത്തിൽ തൻ്റെ മുന്നിൽ വന്നതായ പ്രശ്നത്തെ അഭിമുഖീകരിച്ചോ അതേ പ്രകാരത്തിൽ നാമും തികഞ്ഞ സന്തുലിതമായ മനസ്സോടുകൂടിയിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ധർമ്മത്തിൻ്റെ പാതയിലായിരിക്കും നമ്മൾ. ജീവിതം യജ്ഞമയമായി തീരും. നമുക്ക് നാളെ രാത്രി 8:30 ഇതേപോലെ ഒരുമിച്ച് കാണാം. ബന്ധുജനങ്ങളെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും ഈ ഗീതാഭാരതം എന്നുള്ള നമ്മുടെ കൂട്ടായ്മയോടുകൂടിയ ചർച്ചാ ക്ലാസ്സിലേക്ക് ക്ഷണിക്കണം. ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലൈവ് സംപ്രേഷണം ഇനി സത്യാനന്ദ സംസ്കൃതിയിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ഗീതാഭാരതം എന്നുള്ളതായ ലൈവ് സംപ്രേഷണം ഫേസ്ബുക്കിൽ തുടങ്ങിയ അന്ന് ആ നാൾ മുതൽ ഉള്ളതായ മുഴുവനും ഇപ്പോൾ സത്യാനന്ദ സംസ്കൃതിയിൽ ലഭിക്കും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ക്രമേണ അതിനുള്ളിലേക്ക് കടന്നു വരും. സത്യാനന്ദ സംസ്കൃതിയും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലേക്ക് കടന്നു വരാത്ത ആളുകൾക്ക് സത്യാനന്ദ സംസ്കൃതിയിൽ വരാൻ വേണ്ടിയിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന അറിയിപ്പും നൽകണം. നമുക്ക് മഹാഭാരതം പഠിച്ച് ലോകം മുഴുവൻ എത്തിക്കണം. ഭാരതീയ സംസ്കൃതിയുടെ മഹത്വം ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കണം. അതിന് നമുക്ക് സാധിക്കട്ടെ. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ വ്യാസഭഗവാന്റെ പാദപങ്കജങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.